മാർക്സിസ്റ്റ് പാർട്ടിക്കാർ കൊല ചെയ്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിൽ അറിയപ്പെടുന്ന തലമുതിർന്ന നേതാക്കന്മാരുടെ നിരയിൽ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനായോ ഉപാധ്യക്ഷനായോ സംസ്ഥാന ഭാരവാഹിയോ ആയോ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്ന വ്യക്തിത്വമായിരുന്നു ശ്രീ KT ജയകൃഷ്ണൻ മാസ്റ്റർ. അദ്ദേഹത്തിന്റെ കരുത്തുറ്റ സംഘടനാ പാഠവും കൊണ്ടും ജനങ്ങളോടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം കൊണ്ടും സഹപ്രവർത്തകരോടുള്ള സ്നേഹവാത്സല്യം കൊണ്ടും ഇന്നും ജയകൃഷ്ണൻ മാസ്റ്റർ ഓർമ്മിക്കപ്പെടുകയാണ്. നേരത്തെ സത്യപ്രകാശൻ മാസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാനും ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനുമൊക്കെ ജയകൃഷ്ണൻ മാസ്റ്റർ കൊല്ലപ്പെടുന്ന സമയത്ത് ചെറിയ കുട്ടികളാണ്. ജയകൃഷ്ണൻ മാസ്റ്റർ കൊല്ലപ്പെട്ട് 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഫോട്ടോ ഛായാചിത്രം കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ബലിദാന ദിനം കടന്നു വരുമ്പോൾ ആവേശത്തോടുകൂടി അദ്ദേഹത്തിന്റെ പാത പിന്തുടരണമെന്ന് തീരുമാനം മനസ്സിലെടുത്തുകൊണ്ട് ഈ ജൻസി കാലഘട്ടത്തിലും പുതിയ യുവാക്കൾ യുവതികൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള താമര ആലേഖനം ചെയ്ത കുങ്കുമ ഹരിത പതാക കയ്യിൽ പിടിച്ചുകൊണ്ട് ഭാരതമാതാവിന് ജയ് വിളിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ നാടിനു വേണ്ടി ഈ നാട്ടിന്റെ തെരുവീതികളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനുള്ള ചങ്കൂറ്റം കാണിക്കുന്നു എന്ന് പറയുമ്പോ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, ജയകൃഷ്ണൻ മാസ്റ്റർ മരണപ്പെട്ടിട്ടില്ല. ജയകൃഷ്ണൻ മാസ്റ്റർ മരണപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയണം, ജയകൃഷ്ണൻ മാസ്റ്റർ മരിച്ചിട്ടില്ല. ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഭൗതിക ദേഹം ചിലപ്പോ ഈ മണ്ണിൽ നിന്ന് പോയിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ശവശരീരം, അദ്ദേഹത്തിന്റെ മൃതശരീരം ചിലപ്പോ അഗ്നി ഏറ്റുവാങ്ങിയിട്ടുണ്ടാവാം, അത് ഭസ്മമായി പോയിട്ടുണ്ടാവാം. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആദർശം അത് ഇന്നും ഈ മണ്ണിൽ അങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് യുവാക്കളിലൂടെ, യുവതികളിലൂടെ, സാധാരണക്കാരിലൂടെ ജയകൃഷ്ണൻ മാസ്റ്റർ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് കേരളത്തിൽ ഏകദേശം 20,000-നടുത്ത് വാർഡുകളിൽ ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ യോഗങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. രാവിലെ ജയകൃഷ്ണൻ മാസ്റ്ററുടെ സ്മൃതി കുടീരത്തിൽ ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ, ഗ്രാമാന്തരങ്ങളിൽ, നഗര കേന്ദ്രങ്ങളിലെല്ലാം ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഛായാചിത്രത്തിന് മുമ്പിൽ യുവാക്കൾ, യുവതികൾ, സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകന്മാർ, നാട്ടുകാർ എല്ലാവരും പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജയകൃഷ്ണൻ മാസ്റ്ററെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കാലം കാത്തുവെച്ച മറുപടി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആശയത്തെ എങ്ങനെയാണ് നേരിടാൻ വേണ്ടി സാധിക്കുക? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതിനെക്കുറിച്ചൊക്കെ എന്നെ മുമ്പിൽ സംസാരിച്ച ആളുകൾ പറഞ്ഞു. പണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 2ാമത്തെ സർസംഘചാലകായിരുന്ന പൂജനീയ ഗുരുജി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പൂജനീയ ഗുരുജി പറഞ്ഞത്, അദ്ദേഹം വലിയ ഒരു പണ്ഡിതനായ വ്യക്തിയായിരുന്നു, ഒരു സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു, വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ അഗാധമായിട്ടുള്ള അറിവുള്ള വ്യക്തിയായിരുന്നു, മികച്ചൊരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു. അങ്ങനെയുള്ള പൂജനീയ ഗുരുജി ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്, കമ്മ്യൂണിസം എന്ന് പറയുന്നത് സിദ്ധാന്തത്തിൽ അപൂർണവും പ്രയോഗത്തിൽ ആപൽക്കാരിയുമാണ് എന്നാണ്. സിദ്ധാന്തത്തിൽ കമ്മ്യൂണിസം അപൂർണമാണ്, പ്രയോഗത്തിൽ കമ്മ്യൂണിസം ആപത്കാരിയാണ്. അത് ലോകത്ത് എവിടെയെല്ലാം ഈ പ്രത്യയശാസ്ത്രം ഉണ്ടായിട്ടുണ്ടോ അവിടെയുള്ള ജനങ്ങളുടെ, ജനസമൂഹത്തിന്റെ അവസ്ഥ ഉദാഹരണം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. റഷ്യയിൽ സോവിയറ്റ് യൂണിയൻ തകർന്ന തരിപ്പണമായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ ഉണ്ടായിരുന്നു. ഇന്ന് ബംഗാളികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കേരളത്തിലേക്ക് വന്ന് കൂലി പണിയെടുത്ത് ജീവിക്കേണ്ട ഗതികേടിലേക്ക്, പാർട്ടി കമ്മിറ്റികൾ പാർട്ടി ഓഫീസിന്റെ പുറത്ത് പൂട്ടിട്ട് പൂട്ടി പുറകിലെ വാതിൽ തുറന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന് പാർട്ടി കമ്മിറ്റികൾ നടക്കേണ്ട ഗതികേട് ബംഗാളിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ത്രിപുരയിൽ വർഷങ്ങളായി ഭരിച്ചിരുന്ന ത്രിപുരയിൽ ഉപ്പുവച്ച കലം പോലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആശയവും ഭരണവും തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇപ്പോ ഈ കേരളത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം നിലനിൽക്കുന്നത്. ഇവിടെ വലിയ സ്വാധീനമുള്ള ശക്തിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പ്, 15 വർഷങ്ങൾക്ക് മുമ്പൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു, നമുക്കൊക്കെ ഓർമ്മയുണ്ട്.
അതിൽ നിന്നും വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. കേരളത്തിൽ വലിയ പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ വളർന്നു വരുന്ന യുവസമൂഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ നെറികെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭരണവും പ്രവർത്തനവും അടപടലം ഗതികേടാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മനസ്സിൽ തീരുമാനമെടുത്തുകൊണ്ട് വലിയൊരു മാറ്റത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിണിതഫലമായിട്ടാണ് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനസമൂഹത്തിനിടയിൽ ജനങ്ങളുടെ വിവിധ മേഖലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള പരിവർത്തനങ്ങൾ. ഏത് മേഖല എടുത്തു നോക്കുകയാണെങ്കിൽ യുവാക്കൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ, അമ്മമാർക്കിടയിൽ, സാധാരണക്കാരായ കർഷകർക്കിടയിൽ, സാധാരണ കൂലിപ്പണി ചെയ്യുന്ന ആളുകൾക്കിടയിൽ, പ്രൊഫഷണലുകൾക്കിടയിൽ എല്ലായിടത്തും ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ മുന്നേറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേരളത്തിലെ ജനങ്ങൾ എടുത്ത തീരുമാനത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ്. കേരളത്തിലെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും പ്രത്യയശാസ്ത്രത്തെയും മനസ്സുകൊണ്ട് വെറുത്തു കഴിഞ്ഞിരിക്കുന്നു. അവർ ഒരു ആശയത്തെ പകരം തേടിയിരിക്കുന്നു. അവർ ആ ആശയത്തെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ആ ആശയം ഏതാണ്, ആ ആദർശം ഏതാണ്, ആ പ്രവർത്തന പാർട്ടി പദ്ധതി ഏതാണ് എന്ന് നോക്കുമ്പോ അഭിമാനത്തോടുകൂടി ഇന്ന് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വിധി എഴുതാൻ പോവുകയാണ്. അത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിലൂന്നിയ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന ദേശീയ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ പോഷക സംഘടനകളുമാണ് എന്നുള്ളത് ഇത് കേരളം ഏറ്റെടുത്തു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റത്തിന് കേരളം, വലിയൊരു മാറ്റത്തിന് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയണം. KT ജയകൃഷ്ണൻ മാസ്റ്ററെ വെട്ടിക്കൊന്നു എന്നുള്ളത് കൊണ്ട് ഈ പരിപാടി, ഈ പ്രവർത്തനം ഇവിടെ അവസാനിച്ചു എന്ന് മാർക്സിസ്റ്റ് പാർട്ടി തെറ്റിദ്ധരിച്ചു പോയി. അങ്ങനെ പന്ന്യന്നൂർ ചന്ദ്രേട്ടനെ പോലെ, കതിരൂരിൽ മനോജേട്ടനെ പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാധാരണക്കാരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംഘപരിവാറിന്റെയും പ്രവർത്തകന്മാരെ അരുങ്കൊല ചെയ്തും ആക്രമിച്ചും ഈ പ്രവർത്തനം അവസാനിപ്പിക്കാമെന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധിയിൽ നിന്നും വലിയ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ശക്തി സംഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകർ എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ വൈകി. അത് പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന്റെ ഒരു ശീലമാണ്. അവർക്ക് ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ വൈകും. നേരത്തെ ഗോപാലകൃഷ്ണേട്ടൻ പറഞ്ഞല്ലോ, ആദ്യം വരുന്ന പദ്ധതികളെയൊക്കെ അവർ അനുകൂലിക്കും, പിന്നെ നടക്കുന്നത് ആദ്യം വരുന്ന പദ്ധതികളെയൊക്കെ അവർ എതിർക്കും, പിന്നെ അതിനെ അനുകൂലിക്കുന്ന ഒരു ഗതികേടിലേക്ക് വരും. ആദ്യം പറഞ്ഞതിനെ മാറ്റി പറയുക എന്നുള്ളത് പറഞ്ഞ കാര്യത്തിൽ നിൽക്കാൻ സാധിക്കാത്ത ആശയ പാപ്പരത്വമുള്ള പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വർഷങ്ങളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന് എന്റെ നാട്ടിലൊക്കെ പറയാ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ ഗുണം കാണിക്കാതിരിക്കുക എന്നുള്ള. ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ ഗുണം കാണിക്കണം, പറഞ്ഞതിൽ നിൽക്കാൻ വേണ്ടി പറ്റണം. ഇപ്പൊ പല സ്ഥലങ്ങളിലും വോട്ട് ചോദിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനും കോൺഗ്രസ്സുകാരനൊക്കെ പറഞ്ഞ് വീടുകളിൽ പോയിട്ട് പറഞ്ഞ BJPക്കാർ പറയുമ്പോ ശ്രദ്ധിക്കണം, BJPക്കാർ പറഞ്ഞ കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാ. അതൊരു തെറ്റാണോ? കേരളത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ആവശ്യം ഞങ്ങൾ ഇതാ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിച്ച് അത് ഭരണത്തിലേറി അത് നടപ്പിലാക്കി കാണിക്കുന്നത് തെറ്റാണോ? ഭാരതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ള രാമജന്മഭൂമി പ്രക്ഷോഭം നമുക്കൊക്കെ ഓർമ്മയുണ്ട്. ആ രാമജന്മഭൂമി പ്രക്ഷോഭം തുടങ്ങിയ കാലഘട്ടത്തിൽ വലിയ എതിർപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഭാരതത്തിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് രാമനാണ്, രാമരാജ്യമാണ് എന്നുള്ള ഒറ്റ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തുടങ്ങിയിട്ടുള്ള ആ പ്രക്ഷോഭം, അന്ന് തുടങ്ങിയിട്ടുള്ള ആ പ്രചരണം ഞങ്ങൾ വർഷങ്ങളോളം നീണ്ടു. ഞങ്ങൾ ആ പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ പറഞ്ഞ് രണ്ടുള്ള MP-മാരിൽ നിന്ന് ഞങ്ങൾ 303-ലേക്ക് എത്തിയപ്പോ ഞങ്ങൾ ആ പറഞ്ഞ കാര്യം നടപ്പിലാക്കി. നമ്മുടെ ചരിത്രം അതാണ്. നമ്മൾ പറഞ്ഞ കാര്യത്തിൽ അവിടെ നിൽക്കും, അത് നടപ്പിലാക്കി കാണിക്കും. അത് ഏതെല്ലാം കാര്യത്തിൽ, കാശ്മീരിന്റെ കാര്യത്തിൽ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഞാൻ. എന്റെ കുട്ടിക്കാലത്തൊക്കെ കാശ്മീരിൽ നടക്കുന്ന വാർത്തകൾ വളരെ ഭീതിയോട് കൂടി കണ്ടിരുന്ന ആളാണ് ഞാൻ. 2012 സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കാശ്മീരിൽ സന്ദർശിക്കാൻ അവസരം കിട്ടിയ ആളാണ് ഞാൻ. കാശ്മീരിലൂടെ പോകുമ്പോ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിപ്പോണമേ, എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിപ്പോണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. എവിടെ നോക്കിയാലും അതിഭീകരന്മാരായിട്ടുള്ള ആളുകളെ പോലെ തോന്നിപ്പിക്കുന്ന കീർത്തിചക്ര സിനിമയൊക്കെ കണ്ടിട്ട് ഇറങ്ങിയ സമയത്ത് വളരെയധികം പേടി തോന്നുന്ന ഒരു അന്തരീക്ഷം കാശ്മീരിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നും തീവ്രവാദ ആക്രമണത്തിന്റെ കഥകൾ അവിടെ കേട്ടിരുന്നു.
കാശ്മീരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞ് കാശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് ഇന്ന് ഈ രാജ്യത്ത് പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദിജി നടത്തിയിട്ടുള്ള സമരത്തിന്റെ തുടർച്ചയാണത്. ബംഗ്ലാദേശിൽ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ 2010-ൽ ചലോ ചിക്കനക് എന്ന് പറയുന്ന ഭാരതത്തിന്റെ ഒരു അതിർത്തി ഗ്രാമത്തിലേക്ക് മാർച്ച് നടത്തിയപ്പോ ആ മാർച്ചിന്റെ ABVP നടത്തിയ മാർച്ചിന്റെ പോസ്റ്റർ ഒട്ടിച്ച ആളാണ് ഞാൻ. 2010-ൽ ബംഗ്ലാദേശിൽ നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കണം എന്നായിരുന്നു ആ പ്രക്ഷോഭത്തിന്റെ മുദ്രാവാക്യം. ആ ബംഗ്ലാദേശി പ്രക്ഷോഭം, ആ നുഴഞ്ഞുകയറ്റ വിരുദ്ധ പ്രക്ഷോഭം നടത്തേണ്ടതിന്റെ ആവശ്യകത അന്ന് പൂർണ്ണമായിട്ടും എനിക്ക് ബോധ്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും കാണുമ്പോ ബംഗ്ലാദേശികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യാജ ID കാർഡും വ്യാജ വോട്ടർ ആധാർ കാർഡും ഒക്കെ ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അരാജകത്വവും അരാഷ്ട്രീയവാദവും വിഘടനവാദവും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അന്ന് നമ്മൾ നടത്തിയുള്ള പ്രവർത്തനം രാജ്യസുരക്ഷയ്ക്ക് എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു എന്ന് ഇന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾ നിന്നിട്ടുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അവർ ഇന്ന് എതിർക്കുന്നതിനെ നാളെ അനുകൂലിക്കുന്നു. ഇതൊരു ഗതികേടാണ്. ഇത് കേവലം ഒരു കോർപ്പറേറ്റ് മാഫിയ സംഘത്തെ പോലെ അധപ്പതിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ നിങ്ങൾ കാണണം. സഹകരണ ബാങ്കിലെ ജോലിയും സഹകരണ ബാങ്കിലെ ചില കൈവായ്പകളും അത് വെച്ചുള്ള ചില ഭീഷണികളും ചില അക്രമ രാഷ്ട്രീയവും വടിവാൾ രാഷ്ട്രീയവും കൊണ്ട് മാത്രം കേരളത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരു കോർപ്പറേറ്റ് മാഫിയയായിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ അവരെ അംഗീകരിക്കുന്നില്ല, ജനങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നില്ല, ജനങ്ങൾ അവരെ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ കേരളത്തിലും CPIM എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പ് വച്ച കലം പോലെ തകർന്ന് തരിപ്പണമാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് ഒരു പരിവർത്തനത്തിന്റെ കാലഘട്ടമാണ് എന്ന് ഞാൻ പറഞ്ഞു. ആ പരിവർത്തനത്തിന്റെ കാലഘട്ടത്തിന്റെ വേഗത വികസനത്തിന് വേണ്ടിയുള്ളതാവണം. വികസനമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മതമില്ലാത്ത, രാഷ്ട്രീയമില്ലാത്ത, ജാതിയില്ലാത്ത, വർഗമില്ലാത്ത, വർണ്ണമില്ലാത്ത എല്ലാവരെയും ഒരുപോലെ കാണുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന മുദ്രാവാക്യമാണ് ഈ കാലഘട്ടത്തിന്റെ മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആദരണീയനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹത്തിന്റെ ചുമതല ഏറ്റെടുത്ത സമയത്ത് അദ്ദേഹം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ചത് ഞങ്ങൾ വികസിത കേരളം എന്ന മുദ്രാവാക്യമാണ് ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. നമ്മുടെ വികസനം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വികസനമാണ്. നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിലേറെ കാലമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പദ്ധതികളും ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ളതാണ്. അതിലൊരു തരത്തിലും രാഷ്ട്രീയം അദ്ദേഹം കണ്ടിട്ടില്ല. വർഗീയവാദിയാണ്, മുസ്ലിം വിരോധിയാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയിൽ പോലും ഒരു മതവിവേചനം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അസ്തിത്വം. ഇതാണ് ഞങ്ങളുടെ മാതൃക. ഇതാണ് ഞങ്ങളുടെ പ്രവർത്തന ശൈലി. ജൽജീവൻ മിഷനിലൂടെ സാധാരണക്കാരന്റെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമ്പോ അവിടെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറാണോ, BJP കാരനാണോ, കോൺഗ്രസുകാരനാണോ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരനാണോ ആ വീട്ടിൽ ജീവിക്കുന്നത് എന്ന് നോക്കിയിട്ടല്ല ആ പദ്ധതി നടപ്പിലാക്കുക. പക്ഷെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്താ ചെയ്യുക? കോൺഗ്രസ് എന്താ ചെയ്യുക? ഇവിടെ PM ശ്രീ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. 1300 കോടി രൂപയിലധികം സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കുട്ടികൾ പഠിക്കേണ്ട ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് കിട്ടേണ്ട പദ്ധതി. ആ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമുകൾ ഹൈടെക് ആവുന്ന പദ്ധതി. ആ കുട്ടികൾ പഠിക്കുന്ന ലാബുകൾ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയരുന്ന പദ്ധതി. അതിനെ തുരങ്കം വെച്ചത് രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രമാണ് എന്ന് ഈ പാനൂരിലെ ജനത തിരിച്ചറിയണം. ഇത് ഈ നാടിന് അപകടമാണ്. ഇതുകൊണ്ടാണ് ഈ നാട് വിട്ട് യുവാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നത്. എന്തിനും രാഷ്ട്രീയം കാണും, എന്തിനും മതം പറയും, എന്തിനും വിദ്വേഷവും വിപത്തും മാത്രം ഉണ്ടാക്കുന്നു. ഇത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ നാട്ടിൽ വിതച്ച വിത്ത് മുളച്ചതിന്റെ ലക്ഷണങ്ങളാണ്. ആ വിത്ത് പിഴുതെറിഞ്ഞുകൊണ്ട്, ആ മുള പൊട്ടിയതിനെ എടുത്തുകൊണ്ട് ഇവിടെ പുതിയൊരു വിത്ത് വിതക്കുന്ന പ്രവർത്തനമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്രചോദനം നമുക്ക് ആരാണ്? ഞങ്ങൾ ജയിക്കുമെന്ന് വിശ്വസിച്ച് തെരഞ്ഞെടുപ്പുകളിലേക്ക് ഇറങ്ങി തിരിച്ച ആളുകളല്ല. ഞങ്ങൾ തോൽക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി വന്ന ആളുകളാണ്.
അതിന് ഞങ്ങൾക്ക് ഒറ്റ കാര്യത്തിലാണ് ഞങ്ങളുടെ മനസ്സിലുള്ള ഒറ്റ വിശ്വാസം കൊണ്ട് മാത്രമാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ നടത്തുന്ന സത്യസന്ധപൂർണമായ ത്യാഗനിർഭരമായ ആത്മാർത്ഥപരമായിട്ടുള്ള ഈ ജനസേവന പ്രവർത്തനത്തെ കേരളത്തിന്റെ ജനത ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ്, ആ ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചത്. അത് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടി ഇവിടത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിപ്ലവാത്മകരമായിട്ടുള്ള വിജയം നേടാൻ പോകുന്ന ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇത് KT ജയകൃഷ്ണൻ മാസ്റ്റർ പോലെയുള്ള നിരവധിയായിട്ടുള്ള ത്യാഗികളുടെ, ബലിദാനികളുടെ അവരുടെ ജീവത്യാഗത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഊർജമാണ്, പ്രേരണയാണ് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ ജീവിതം, അവരുടെ ജീവൻ അത് പൊലിഞ്ഞു പോയിട്ടില്ല. അതിപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കത്തുന്നു, കത്തിജ്വലിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിവേര് നിൽക്കുന്നത് കണ്ണൂരിലാണെങ്കിൽ ആ അടിവേര് കടവേര് തന്നെ പുഴക്കേറിയാനുള്ള കരുത്ത് ഇന്ന് കണ്ണൂരിലെ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് മടിയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇത് തന്നെയാണ് മാറ്റം. ഈ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ളതാവണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം. എങ്ങനെയാണ് ജയകൃഷ്ണൻ മാസ്റ്റർക്ക് നമ്മൾ ആദരാഞ്ജലി അർപ്പിക്കേണ്ടത്? നമ്മുടെ വാർഡുകളിൽ വിജയക്കൊടി നാട്ടിക്കൊണ്ട്, നമ്മുടെ വാർഡ് മെമ്പർമാരെ തെരഞ്ഞെടുത്തുകൊണ്ട്, വലിയൊരു രാഷ്ട്രീയ പരിവർത്തനത്തിന് അദ്ദേഹം പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട്, രാജനൈതിക പ്രസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് വലിയൊരു മാറ്റം ആ മേഖലയിൽ തന്നെ സൃഷ്ടിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റം കേരളത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ ഭാരതം മുന്നോട്ട് കുതിക്കുമ്പോ 8.2% GDP-യുമായിട്ട് ഭാരതം കുതിക്കുമ്പോ ആ ഭാരതത്തിന്റെ ഒപ്പം ഓടാൻ കഴിയുന്ന വേഗതയിലേക്ക് കേരളത്തെയും കൈപിടിച്ചു കൊണ്ടുപോകുവാൻ നരേന്ദ്രമോദിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്കും സാധിക്കുന്നത്. അതാണ് നമ്മുടെ അത്രമേൽ പ്രിയപ്പെട്ട ജയകൃഷ്ണൻ മാസ്റ്റർക്കുള്ള ഈ ആദര അഞ്ജലി എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഈ വൈകിയ വേളയിൽ ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ സാധിച്ചതിലും നന്ദി അറിയിച്ചുകൊണ്ട്, ഇനിയുമുള്ള വരും നാളുകൾ വിജയത്തിൻ്റെതാണ്, വിജയമെന്നും നമ്മുടേതാൻ, മുന്നിലേറാം നിർഭയം നാം എന്ന പ്രവർത്തനത്തെ സക്രിയവും ഊർജ്ജസ്വലവുമാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഈ കമ്മ്യൂണിസ്റ്റ് നരാധമന്മാരെ, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ കുണ്ടുകുത്തി കുഴിച്ചു മൂടുവാനുള്ള കൊട്ടേഷൻ എടുക്കാൻ കേരളത്തിലെ കണ്ണൂരിലെ ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിന് സാധിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഭാരതമാതാവ് വിജയിക്കട്ടെ. അടുത്തതായി ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ ആകാശ് ഭവനെ ക്ഷണിച്ചുകൊള്ളുന്നു.